ഗുഡ് ഈവനിങ്. പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ മക്കളൊന്ന് വേഗം കൈവീശി കാണിച്ചേ. വോയിസ് ഒക്കെ പ്രോപ്പർ അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും തന്നെ വേഗം വീഡിയോ ഓൺ ആക്കുക, സീറ്റിൽ വന്നിരിക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ എക്സാം ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മക്കൾ എല്ലാവരും വേഗം ഒന്ന് റെഡിയായി, വേഗം റെഡി ആയിട്ട് നിൽക്കുക. അപ്പൊ നമുക്ക് പ്രെയർ എടുത്തിട്ടാണ് നമ്മുടെ ക്ലാസ്സിലേക്കൊക്കെ പോകുന്നത് അല്ലേ? അപ്പൊ അതിന് മുൻപ് എല്ലാവരും തന്നെ വേഗം നിവർന്നൊക്കെ ഇരിക്കാം. മക്കളെ, അപ്പൊ നമുക്കറിയാലോ, നമുക്ക് ഫസ്റ്റ് എക്സാം ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ക്ലാസ് ഉണ്ടാവുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ ക്ലാസ്സിന്റെ ടൈം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൃത്യം 7 മണിക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇനിയും വൈകി വരുന്ന കുട്ടികൾ ഇല്ലല്ലേ സാറേ? കുറവാണ്. ഓക്കെ, അപ്പോൾ വൈകി വരുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക മക്കളെ, ഇനി വൈകരുത്. കറക്റ്റ് സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് എക്സാമിന്റെ ടൈം നിങ്ങൾ മിസ്സാവും. ക്ലിയർ ആയില്ലേ? അപ്പൊ അതുകൊണ്ട് വേഗം വേഗം വീഡിയോ ഓണാക്കിയേ. വേഗം മിസ് വന്നില്ലേ? വേഗം വീഡിയോ ഓണാക്ക്, വേഗം വീഡിയോ ഓണാക്ക. എക്സാമിന്റെ സമയത്ത് എല്ലാവരും വീഡിയോ ഓണാക്കിയിരുന്ന എക്സാം എഴുതുക. കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ പേരും റോൾ നമ്പർ ഒക്കെ എഴുതുക, സബ്ജക്ട് എഴുതുക. ഒരു കാരണവശാലും വീഡിയോ ഓഫ് ആക്കി എക്സാം എഴുതരുത്. അതേപോലെ ക്ലാസ് ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട്, പാരന്റ്സ് ശ്രദ്ധിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും തന്നെ വേഗം വീഡിയോ ഒക്കെ ഓണാക്കി നിങ്ങളുടെ ബാക്കി എക്സാമിന്റെ ബുക്കൊക്കെ എടുത്തു വെച്ചിട്ട് ബാക്കിയുള്ള ബുക്കുകളൊക്കെ നടച്ചു വെച്ചേ. എക്സാമിന്റെ ബുക്ക് മാത്രം എടുത്തു വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ബുക്കും എടുത്തു വെക്കാം. യെസ് മക്കളെ, നമ്മൾ ഇവിടുന്ന് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ സത്യസന്ധരായിരിക്കുക, എന്നാലേ നമുക്ക് അതിനുള്ള പ്രതിഫലം ഉണ്ടാകുള്ളൂ അല്ലെ? അപ്പൊ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രം ബുക്കിൽ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ സാറ് ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണിച്ചു തരും. അപ്പോൾ ക്വസ്റ്റ്യൻ ജസ്റ്റ് നോട്ട് ചെയ്യുക, പാരന്റ്സ് നിർബന്ധമായിട്ടും കൂടെ ഇരിക്കുക കേട്ടോ. Question: This is created by special act of parliament or state legislation. A question: Identify the form of public sector enterprises mentioned this above statement. മുകളിൽ പറഞ്ഞിരിക്കുന്ന പബ്ലിക് സെക്ടറിന്റെ ഫോം ഏതാണ്? അതിന്റെ പേര് എഴുതുക. രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ടു എക്സാമ്പിൾസ് ഓഫ് ദം. ഇതിന്റെ 2 എക്സാമ്പിൾസ് ഇട്ടാ അതിൽ വരുന്ന, ഈ ഫോമിൽ വരുന്ന 2 എക്സാമ്പിൾസ് എഴുതുക. 2 മാർക്കാണ്. Last question: Explain any 4 features and 3 limitation of this form of public sector. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന പബ്ലിക് സെക്ടറിന്റെ ഫീച്ചേഴ്സും ലിമിറ്റേഷൻസും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. 7 മാർക്കാണ്. 4 ഫീച്ചറും വേണം, 3 ലിമിറ്റേഷനും വേണം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെങ്കിൽ മാത്രം മക്കളെ കൈവീശടാ. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? Your time start now. All the best. മക്കളെ, അപ്പൊ നമ്മൾ പേപ്പർ ചെക്ക് ചെയ്യാൻ പോവാണ്. പേപ്പർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോ ഓഫ് ആണെങ്കിൽ നിങ്ങൾക്ക് 0 മാർക്ക് ആയിരിക്കും കേട്ടോ. അപ്പൊ എല്ലാ മക്കളും വേഗം വീഡിയോ ഓൺ ആക്കുക. സാറ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഇപ്പൊ സ്ക്രീനിൽ കാണിച്ചു തരും. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ നോക്കാം. ഏത് ഫോം ആയിരുന്നു അത്? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അഥവാ പബ്ലിക് കോർപ്പറേഷൻ എന്ന് പറയാം. ഓക്കെ, അത് ഏതെങ്കിലും ഒരു പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 1 മാർക്ക് കൊടുക്കാം കേട്ടോ. ഒന്നെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനോ അല്ലെങ്കിൽ പബ്ലിക് കോർപ്പറേഷനോ ഉണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കാം. ദെൻ അതിന്റെ എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് ആയിട്ട് 2 പോയിന്റ്, 2 എക്സാമ്പിൾസ് എഴുതാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, LIC, KSRTC, SBI. ഇതിലേതെങ്കിലും ഒക്കെ 2 എക്സാമ്പിൾസ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ശരിയാണെങ്കിൽ 2 മാർക്ക് കൊടുക്കുക. ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചിട്ടാണ്. ദെൻ നമ്മൾ അതിന്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചത്. ഫീച്ചേഴ്സ് ഒരു 6 ഫീച്ചേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും 4 എണ്ണം എഴുതി വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഫോംഡ് ബൈ സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ ആണ്. ഓണർഷിപ്പ് ഫുൾ ആയിട്ട് ഗവൺമെന്റിന്റെ കയ്യിലാണ്. സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്, ഗവൺമെന്റിൽ നിന്ന് ഒരു സെപ്പറേഷൻ ഉണ്ട്. ദെൻ ഫിനാൻഷ്യൽ ഓട്ടോണമി എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫിനാൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഗവൺമെന്റ് ഇന്റർഫിയറൻസ് കുറവായിരിക്കും. അതുപോലെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങും ഓഡിറ്റ്സും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. സർവീസ് ആണ് അവരുടെ പ്രൈമറി മോട്ടീവ്, സെക്കൻഡറി ആയിട്ട് പ്രോഫിറ്റ് വരുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ്. ഏതെങ്കിലും ഒരു 4 പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ മാർക്ക് വെച്ച് കൊടുക്കുക. ഹെഡിങ് മാത്രം എഴുതിയ കുട്ടികളാണെങ്കിൽ 1/2 മാർക്ക് വെച്ച് പ്രൊവൈഡ് ചെയ്യുക. എക്സ്പ്ലനേഷൻ മാത്രം എഴുതിയ കുട്ടികളാണെങ്കിലും 1/2 മാർക്ക് വെച്ച് പ്രൊവൈഡ് ചെയ്യുക. രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എഴുതുമ്പോഴാണ് 1 മാർക്ക് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ലിമിറ്റേഷൻ അഥവാ ഡിമെറിറ്റ് ആയിരുന്നു. അവിടെ നിങ്ങൾ ഒരു 5 പോയിന്റ് പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു 3 എണ്ണം കൃത്യമായിട്ട് ഹെഡിങ്ങും എക്സ്പ്ലനേഷനും കറക്റ്റ് ആണെങ്കിൽ ഓരോ മാർക്ക് വീതം കൊടുക്കാം. ഒരുപാട് റൂൾസും റെഗുലേഷൻസും ഉണ്ട്. പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഉണ്ടായിരിക്കും. കറപ്ഷൻ കൂടുതലായിരിക്കും, കാരണം ഓട്ടോണമി ഉണ്ടായിരിക്കും അല്ലെ. നെക്സ്റ്റ് എന്താണ്? ഇൻഎഫിഷ്യൻസി മാനേജ്മെന്റ് ഒക്കെ, അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ് ഒക്കെ കുറച്ചും കൂടി എഫിഷ്യൻസി കുറഞ്ഞവരായിരിക്കും. ഡിലേ ഇൻ ആക്ഷൻസ്, അതായത് എന്താണ്, അഡ്വൈസ് ചെയ്തുള്ളത് കൊണ്ട് തന്നെ ഓരോ ആക്ഷൻസും ഗവൺമെന്റിന്റെ കയ്യിലൊക്കെ കിട്ടിയ അപ്രൂവൽ കിട്ടിയിട്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. സോ ഡിലേ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു 3 പോയിന്റ് വിത്ത് എക്സ്പ്ലനേഷനോട് കൂടി ഉണ്ടെങ്കിൽ ഓരോ മാർക്ക് വീതം പ്രൊവൈഡ് ചെയ്യാം. ഹെഡിങ് മാത്രമേ കുട്ടികൾ 1/2 മാർക്ക് വീതം കൊടുക്കാം കേട്ടോ. മാർക്ക് വേഗം ടോട്ടൽ ചെയ്യാം. ഔട്ട് ഓഫ് 10 എത്രയാണെന്ന് ഇടാം.
പാരന്റിന്റെ സൈൻ മേടിക്കാം. 1 മിനിറ്റ് ആയി, പേപ്പർ ക്ലിയർ ആയിട്ട് സെൻഡ് ചെയ്യാം.